പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സ്വർഗീയ പിതാവേ, അവിടുത്തെ പ്രിയപ്പെട്ട മക്കളായ ഞങ്ങളെ സ്വർഗത്തിൻ്റെ സ്നേഹത്തിലേക്കും സ്വർഗീയ ഭവനത്തിലെ അംഗത്വത്തിലേക്കും അങ്ങ് വിളിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അതിനായിട്ട് കർത്താവേ, വിശുദ്ധ യോസേപ്പ് പിതാവിനുള്ള പ്രതിഷ്ഠയിലൂടെ സ്വർഗീയമായ ഒരു കൂട്ടായ്മയിലേക്ക് ഞങ്ങളെ ചേർത്ത് പിടിക്കുന്ന അവിടുത്തെ വലിയ കരുണയെയും സ്നേഹത്തെയും ദൈവികമായ രഹസ്യത്തെയും ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ, അവിടുത്തെ മക്കളാക്കി ഞങ്ങളെ മാറ്റിക്കൊണ്ട് അങ്ങയുടെ സ്നേഹത്തിലും ആ വലിയ സമാധാനത്തിലും സന്തോഷത്തിലും ജീവിക്കുവാൻ ഞങ്ങളെ അവിടുന്ന് അനുവദിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുമ്പോൾ, ഇന്ന് ഞങ്ങളെ പ്രത്യേകമാവിധം അവിടുന്ന് അഭിഷേകം ചെയ്യണമേ. ത്രിയേക ദൈവത്തിൻ്റെ ദിവ്യമായ രഹസ്യങ്ങളിലേക്ക് തിരുക്കുടുംബത്തിൻ്റെ വലിയ ചൈതന്യത്തിൽ ഞങ്ങളെ അവിടുന്ന് ആനയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ മാതാവേ, അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളിലും അമ്മയിൽ നിറഞ്ഞ പോലെ വന്ന് നിറയണമേ. ഈശോയെ, ഞങ്ങളെ ഏറ്റെടുക്കണമേ. സ്വർഗീയ പിതാവേ, അവിടുത്തെ സ്നേഹത്തിൻ്റെ വാത്സല്യത്താൽ ഞങ്ങളെ പൊതിയണമേ. വലിയൊരു സ്നേഹത്തിൻ്റെ കുടുംബ കൂട്ടായ്മയിൽ ഞങ്ങളെല്ലാവരെയും ചേർത്ത് പിടിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും വേണ്ടി വിശുദ്ധ യോസേപ്പ് പിതാവിൻ്റെ പ്രത്യേക മധ്യസ്ഥത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ഏറ്റവും പരിശുദ്ധ ഭർത്താവായ യോസേപ്പ് പിതാവേ, അങ്ങേ സഹായം തേടി അങ്ങേ മാധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരുവൻ പോലും ഉപേക്ഷിക്കപ്പെട്ടതായി ലോകത്തിൽ കേട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ. അങ്ങയുടെ ശക്തിയിൽ പൂർണ്ണമായി ശരണപ്പെട്ടുകൊണ്ട് ഞാൻ അങ്ങേ സന്നിധിയിൽ ഓടി അണഞ്ഞ് അങ്ങേ സംരക്ഷണം യാചിക്കുന്നു. ഓ രക്ഷകന്റെ വളർത്തു പിതാവേ, എൻ്റെ എളിയ അപേക്ഷ ഉപേക്ഷിക്കാതെ അങ്ങയുടെ മാധ്യസ്ഥ ശക്തിയിൽ ദയാപൂർവം കേട്ട് ഉത്തരം അരുളണമേ. ആമേൻ. അമ്മേ മാതാവേ, അമ്മ ഞങ്ങൾക്ക് വേണ്ടി ഈ യോസേപ്പ് പിതാവിനുള്ള പ്രതിഷ്ഠയ്ക്ക് വേണ്ടി ഞങ്ങളെ ഒരുക്കുവാൻ കൂടെ ഉണ്ടായിരിക്കണമേ. അതിനുവേണ്ടി അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈശോ മിശിഹായുടെ സകല വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ യോസേപ്പ് പിതാവിനുള്ള പ്രതിഷ്ഠയുടെ 12ാമത്തെ ദിവസത്തിലേക്ക് ദൈവമായ കർത്താവ് നമ്മെ ആനയിച്ചിരിക്കുകയാണ്. യോസേപ്പ് പിതാവിൻ്റെ സാന്നിധ്യവും പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യവും വലിയ സ്നേഹത്തോടെ അനുഭവിക്കുവാൻ നമുക്കെല്ലാവർക്കും ഇതിനോടകം സാധിക്കുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം ഈ ദിവസങ്ങളിൽ ആരാധനയെ പ്രാർത്ഥിക്കുമ്പോൾ യോസേപ്പ് പിതാവിൻ്റെ സാന്നിധ്യവും മാതാവിൻ്റെ സാന്നിധ്യവും ഒക്കെ അനുഭവിച്ചറിയുവാൻ അച്ഛന് ഒത്തിരിയേറെ സാധിക്കുന്നുണ്ട്. ഇതുതന്നെ നിങ്ങൾക്കും കഴിയുന്നുണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഈ വലിയ സാന്നിധ്യത്തിൽ നമുക്കായിരിക്കും. ഇത് നമ്മൾ കാണുന്ന വിഷയം, ഈ പ്രതിഷ്ഠയിലൂടെ ദൈവമായ കർത്താവ് ത്രിയേക ദൈവത്തിൻ്റെ വലിയ ഒരു കൂട്ടായ്മയിലേക്ക് നമ്മെ ചേർത്ത് പിടിക്കുകയാണ്. സ്വർഗത്തിൻ്റെ ഒരു മുന്നാസ്വാദനം, ത്രിത്വത്തിലുള്ള ജീവിതത്തിൻ്റെ ഒരു വലിയ അനുഭവത്തിലേക്ക് ഈ പ്രതിഷ്ഠയിലൂടെ ദൈവം നമ്മെ ആനയിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. വിശുദ്ധ പീറ്റർ ജൂലിയൻ യെയ്മാഡ് ഇങ്ങനെ പറയുന്നുണ്ട്: യോസേപ്പ് പിതാവ് തിരുക്കുടുംബത്തിൻ്റെ നായകനാണ്. തിരുക്കുടുംബം വളരെ അടുത്ത് ത്രിത്വത്തെ ഭൂമിയിൽ പ്രതിഫലിപ്പിക്കുന്നു. തിരുക്കുടുംബം ഭൂമിയിൽ ത്രിത്വത്തെ പ്രതിഫലിപ്പിക്കുന്നുവെന്ന്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം ത്രിത്വം, പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ്. ത്രിത്വം ഒരു കുടുംബമാണ്. തിരുക്കുടുംബ കൂട്ടായ്മയാണ് ത്രിയേക ദൈവം. ഒരു കുടുംബ കൂട്ടായ്മയാണ്. ദൈവമായ കർത്താവ് ഈ കൂട്ടായ്മയിൽ നമ്മെ
പങ്കുചേർക്കുവാൻ ആഗ്രഹിക്കുന്നു. സ്വർഗത്തിൽ ഈ ത്രിയേക ദൈവത്തോടൊപ്പം അവിടുത്തെ മക്കളായിട്ട് നമ്മൾ ആയിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി ഭൂമിയിൽ ഒരു മുന്നാസ്വാദനം പോലെ നമുക്കൊരു ത്രിയേക ദൈവത്തിൻ്റെ സാന്നിധ്യമാക്കി നൽകിയിരിക്കുന്ന ഒരു കുടുംബമാണ് തിരുക്കുടുംബം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ ആ വലിയ സ്നേഹ ഐക്യ കൂട്ടായ്മയുടെ പ്രതിരൂപമായിട്ട് യൗസേപ്പ് പിതാവ്, മാതാവ്, ഈശോ, ഈ 3 വ്യക്തികൾ ഒരുമിപ്പിക്കുന്ന, കൂട്ടിച്ചേർത്ത് ഐക്യപ്പെടുത്തിയിരിക്കുന്ന ഒരു തിരുക്കുടുംബത്തിന്റെ സാന്നിധ്യം നൽകിക്കൊണ്ട് സ്വർഗത്തിലെ ത്രിയേക ദൈവത്തിലുള്ള സഹവാസത്തിലേക്ക് നമ്മെ ദൈവം വിളിക്കുകയാണ്. വിശുദ്ധ യൗസേപ്പ് പിതാവ് ഈ ഭൂമിയിലെ ഈ തിരുക്കുടുംബത്തിലെ പിതാവാണ്. ഒത്തിരിയേറെ വിശുദ്ധർ ഈ ഒരു ത്രിയേക ദൈവത്തെ ബന്ധപ്പെടുത്തിക്കൊണ്ട്, തിരുക്കുടുംബവുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് പറയാറുണ്ട്. നമുക്കറിയാം, തീർച്ചയായിട്ടും ഈ ബന്ധപ്പെടുത്തലിന് ഒത്തിരിയേറെ പരിമിതികളുണ്ട്. എന്നാൽ മനുഷ്യദൃഷ്ടിയിൽ നമുക്ക് കാണുവാനും മനസ്സിലാക്കാനും സാധിക്കത്തക്ക വിധത്തിൽ വലിയ ഐക്യത്തിൽ, വലിയ സ്നേഹത്തിൽ, വലിയ കൂട്ടായ്മയിൽ ഈ തിരുക്കുടുംബത്തെ ദൈവം ഒരുക്കി ഈ ഭൂമിയിൽ നമുക്കായിട്ട് സ്ഥാപിക്കുകയാണ്. വിശുദ്ധ ഫ്രാൻസിസ് ഡി സാലസ് ഈ താരതമ്യപ്പെടുത്തലുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറയാണ്, യൗസേപ്പ് പിതാവ് പിതാവായ ദൈവത്തിൻ്റെ ഹൃദയമുള്ള യേശുവിൻ്റെ ഈ ഭൂമിയിലുള്ള ജീവിതത്തിൽ, വളർച്ചയിൽ ആവശ്യമായ കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടി യൗസേപ്പ് പിതാവ് ഈ തിരുക്കുടുംബത്തിലെ പിതാവാണ്. പരിശുദ്ധ അമ്മ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. അങ്ങനെ പരിശുദ്ധാത്മാവ് ആവസിച്ച, പരിശുദ്ധാത്മാവ് നിറഞ്ഞ സാന്നിധ്യമാണ് പരിശുദ്ധ അമ്മ. ഈശോ നമുക്കറിയാം, ദൈവപുത്രൻ, പുത്രനായ ദൈവം. ഈ വലിയൊരു സാന്നിധ്യം പിതാവായ ദൈവം തൻ്റെ സ്നേഹത്തിൻ്റെ, തൻ്റെ പിതൃത്വത്തിൻ്റെ, തൻ്റെ കരുതലിൻ്റെ, തൻ്റെ എല്ലാ ഗുണഗണങ്ങളും നിറച്ച് യൗസേപ്പ് പിതാവിനെ അനുഗ്രഹിച്ചു. പരിശുദ്ധാത്മാവ് പരിശുദ്ധമ്മയെ നിറച്ച് അനുഗ്രഹിച്ചു. ഇതാ ഈശോ. ഈ 3 പേരും ഭൂമിയിൽ ജീവിക്കുന്ന, ഭൂമിയിൽ നമുക്ക് വേണ്ടി സംസ്ഥാപിതമായ തിരുക്കുടുംബം ആകുന്ന ത്രിത്വത്തിൻ്റെ ഒരു പ്രതിരൂപമാണ്. ത്രിയേക ദൈവത്തെ താരതമ്യപ്പെടുത്താൻ, മനുഷ്യന്റെ ദൃഷ്ടിയിൽ കാണുവാനും മനസ്സിലാക്കുവാനും, ഈ തിരുക്കുടുംബത്തിലേക്ക് ചേരുവാനും ഐക്യപ്പെടുവാനും ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹമാണ് ഈ തിരുക്കുടുംബം. ത്രിത്വത്തിൻ്റെ ഒരു മുന്നാസ്വാദനം, അല്ലെങ്കിൽ ത്രിത്വത്തിലുള്ള ജീവിതത്തിൻ്റെ ഒരു മുന്നാസ്വാദനം പ്രിയപ്പെട്ട മക്കളെ ഈ തിരുക്കുടുംബത്തിൽ നമ്മൾ അംഗങ്ങളാകുമ്പോൾ നമുക്കും ലഭിക്കുമ്പോൾ സ്വർഗ സൗഭാഗ്യത്തിന് സന്തോഷവും സമാധാനവും ഈ ഭൂമിയിൽ നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും അനുഭവിക്കുവാൻ ഇതിലൂടെ സാധിക്കും. ഇനി ഈ തിരുക്കുടുംബത്തിൽ എങ്ങനെ നമുക്ക് അംഗങ്ങളായിട്ട് തീരുവാൻ സാധിക്കും, അല്ലെങ്കിൽ സ്വർഗത്തിൽ നമുക്ക് എങ്ങനെ അവകാശികളായി തീരുവാൻ സാധിക്കും? നമുക്കറിയാം, തിരുക്കുടുംബത്തിൽ 3 ആളുകളുള്ളൂ. പിതാവായ യൗസേപ്പ് പിതാവ്, അമ്മയാകുന്ന പരിശുദ്ധ അമ്മ മറിയം, ഈശോയാകുന്ന മകൻ. അപ്പോൾ ഈ 3 പേരുള്ളൂ. ഈശോയ്ക്ക് മറ്റ് സഹോദരങ്ങളില്ല. കത്തോലിക്ക സഭയുടെ കൃത്യമായ ഒഫീഷ്യൽ ആധികാരികമായ പഠിപ്പിക്കല് യേശുവിന് സഹോദരന്മാരില്ല. മറ്റു പലരും പറയുന്ന പോലെ പ്രിയപ്പെട്ടവരെ, ദൈവികമായ രഹസ്യത്തിൽ, സത്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം, യേശുവിന് മറ്റ് സഹോദരങ്ങളില്ല. പിന്നെ എങ്ങനെ നമ്മൾ ഈ തിരുക്കുടുംബത്തിലെ അംഗങ്ങളായിട്ട് മാറും? പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിന്റെ അംഗങ്ങളായി നമ്മൾ മാറുന്നത്, തിരുക്കുടുംബത്തിന്റെ അംഗങ്ങളായിട്ട് മാറുന്നത് എങ്ങനെയെന്നറിയോ? വിശുദ്ധ മാമോദീസ എന്ന കൂദാശയിലൂടെയാണ് സഭയിലെ അംഗങ്ങളായിട്ട് നമ്മൾ മാറുന്നത്. അതെങ്ങനെയാണ്? യേശു ക്രിസ്തുവിന്റെ കുരിശിലെ ബലിയിലൂടെ നമ്മൾ വീണ്ടെടുക്കപ്പെട്ട് കഴിയുമ്പോൾ അവന്റെ മൗതിക ശരീരത്തിലെ അവയവങ്ങളായിട്ട് നമ്മൾ മാറും. അപ്പോൾ യേശുവിന്റെ മൗതിക ശരീരത്തിലെ അംഗങ്ങളാണ് സഭയിൽ നമ്മൾ ഓരോരുത്തരും. അതുപോലെ തന്നെ നമ്മൾ സ്വർഗത്തിലെ അംഗങ്ങളായിട്ട് എങ്ങനെ മാറുന്നത്? ഇപ്പൊ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ത്രിയേക ദൈവം, സ്വർഗത്തിലെ സാന്നിധ്യം. നമ്മളെങ്ങനെ സ്വർഗത്തിലെ അംഗങ്ങളായിട്ട് മാറുന്നേ? അത് മറ്റൊന്നിലും കൂടി ഇല്ല. അഡോപ്ഷൻ, ദത്തെടുക്കപ്പെടുന്ന, വീണ്ടെടുക്കപ്പെടുന്ന യേശുവിന്റെ ബലിയിലൂടെ നമ്മൾ വീണ്ടെടുക്കപ്പെടുമ്പോൾ, നമ്മൾ ദത്തെടുക്കപ്പെടുമ്പോൾ പ്രിയപ്പെട്ടവരെ, അവിടുത്തെ മൗതിക ശരീരത്തിലെ അവയവങ്ങളായിട്ട് നമ്മൾ മാറും.
അപ്പോൾ തിരുക്കുടുംബത്തിലെ അംഗങ്ങളായിട്ട് നമ്മൾ മാറുന്നത്, സ്വർഗത്തിലെ ത്രിയേക ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ അംഗങ്ങളായിട്ട് നമ്മൾ മാറുന്നത്, സ്വർഗത്തിലെ അവകാശികളായി നമ്മൾ മാറുന്നത് ഈ ദത്തെടുക്കപ്പെടുന്ന യേശുവിൽ ആയിത്തീരുന്ന വലിയ അനുഭവത്തിലൂടെയാണ്. അപ്പൊ തിരുക്കുടുംബത്തിൽ നമ്മൾ കണ്ടു, യൗസപിതാവിലൂടെ പരിശുദ്ധ അമ്മയിലൂടെ നമ്മൾ പ്രതിഷ്ഠിക്കപ്പെട്ട് കഴിയുമ്പോൾ നമ്മൾ യേശുവിൻ്റെ സ്വന്തമായിട്ട് മാറും. യൗസപിതാവ് യേശുവിൻ്റെ സ്വന്തമായിട്ട് മാറി, പരിശുദ്ധ അമ്മ യേശുവിൻ്റെത് മാത്രമായിട്ട് മാറി. അപ്പോൾ യേശുവിൽ ആയിരിക്കുന്ന ത്രിയേക ദൈവത്തിന്റെ ഐക്യത്തിൽ നമ്മൾ ഈ പ്രതിഷ്ഠയിലൂടെ യൗസപിതാവിനെ പ്രതിഷ്ഠിക്കുമ്പോൾ നമ്മൾ യേശുവിൻ്റെ ആയിട്ട് തീരും, മാതാവിനെ പ്രതിഷ്ഠിക്കുമ്പോൾ നമ്മൾ യേശുവിൻ്റെ ആയിട്ട് മാറും. അപ്പോൾ ആ ത്രിയേക ദൈവത്തിന്റെ കൂട്ടായ്മയാകുന്ന പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിന്റെ ഈ ഭൂമിയിലെ സാന്നിധ്യമാകുന്ന യൗസപിതാവിൻ്റെയും പരിശുദ്ധ അമ്മയുടെയും യേശുവിൻ്റെയും ആ വലിയ സ്നേഹത്തിൽ ഐക്യത്തിൽ നമ്മൾ യേശുവിനോടൊന്നായി തീരുമ്പോൾ നമ്മൾ തിരുക്കുടുംബത്തിലെ അംഗങ്ങളായി മാറും. ബൈ അഡോപ്ഷൻ, ദത്തെടുക്കപ്പെടുന്നതിലൂടെ. പ്രിയപ്പെട്ടവരെ, ഇതൊരു വലിയ ദൈവീക രഹസ്യമാണ്. ഇതിനെക്കുറിച്ച് ഇന്ന് ശരിക്കും ധ്യാനിക്കണം, ചിന്തിക്കണം. ഞാൻ പലവട്ടം ഇരുന്ന് ധ്യാനിച്ച് ചിന്തിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് എനിക്ക് തന്നെ ശരിക്കും ഇതിൻ്റെ ആഴങ്ങളിലേക്ക് വരാൻ പറ്റിയത്. പ്രിയപ്പെട്ട മക്കളെ, ശരിക്കും ചിന്തിക്കുക, ധ്യാനിക്കുക. അച്ഛ പ്രാർത്ഥിക്കാണ്, കർത്താവേ, ഈ സ്നേഹത്തിന്റെ, ഈ ഐക്യത്തിന്റെ, ഈ കുടുംബ കൂട്ടായ്മയുടെ വലിയ ഒരു ദൈവീക രഹസ്യം പരിശുദ്ധാത്മാവിന്റെ വലിയ വെളിപ്പെടുത്തലിലൂടെ, നിറവിലൂടെ അങ്ങയുടെ മക്കൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് അച്ഛൻ നീ സന്ദേശം നിങ്ങളോട് പറയാം. യൗസപിതാവിന് നാം പ്രതിഷ്ഠിക്കുന്നതിലൂടെ നാം തിരുക്കുടുംബത്തിലെ ഒരു അംഗമായിട്ട് മാറും. ഇവിടെ നമ്മൾ യൗസപിതാവിനെ നമ്മുടെ ആത്മീയ പിതാവായിട്ട്, അപ്പനായിട്ട് അംഗീകരിക്കുന്നു. പരിശുദ്ധ അമ്മയെ നമ്മുടെ ആത്മീയ മാതാവായിട്ട്, അമ്മയായിട്ട് സ്വീകരിക്കുന്നു. അതിലൂടെ നാം യേശുവിൻ്റെ സ്വന്തമായിട്ട് മാറുന്നു. ഇതാണ് സംഭവിക്കുന്ന ഈ പ്രതിഷ്ഠയിലൂടെ. ഇനി ചിലരെങ്കിലും മാനുഷികമായി ചിന്തിക്കും, നമ്മൾ യൗസപിതാവിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ മാതാവിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ, യൗസപിതാവിന് പ്രതിഷ്ഠിക്കുമ്പോൾ അത് മാതാവിന് ഇഷ്ടപ്പെടുമോ? ഇനി മാതാവിന് പ്രതിഷ്ഠിക്കുമ്പോൾ അത് യൗസപിതാവിന് ഇഷ്ടപ്പെടുമോ? ഇനി യൗസപിതാവിനും മാതാവിനും പ്രതിഷ്ഠിക്കുമ്പോൾ അത് ഈശോയ്ക്ക് ഇഷ്ടപ്പെടുമോ? ഈശോയേക്കാൾ കൂടുതൽ സ്ഥാനവും പ്രാധാന്യവും നമ്മൾ ഇവർക്ക് കൊടുക്കുകയല്ലേ? മാതാവിനെ നമ്മൾ വണങ്ങുന്നു. അങ്ങനെ പലരും പലതും പറയുന്നത്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ പലരും പലതും പറയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇത് വെറും ലൗകികമായ, മാനുഷികമായ ലോകത്തിന്റെ കാഴ്ചപ്പാടാണ്. പരിശുദ്ധാത്മാവ് ഇല്ലാത്തവന്റെ, പരിശുദ്ധാത്മാവിന്റെ ചൈതന്യമില്ലാത്ത വെറും മനുഷ്യന്റെ ഒരു ചിന്താഗതിയാണ്. നമ്മൾ ഒന്ന് ചിന്തിച്ചാൽ മതി. ഈശോയെ സംബന്ധിച്ച് തൻ്റെ അപ്പനും അമ്മയും താൻ ഇതുപോലെ സ്നേഹിച്ച്, തനിക്ക് വേണ്ടി ഇതുപോലെ സമർപ്പിച്ച് തന്നെ വളർത്തിയ, തനിക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന പിതാവായ ജോസഫും അമ്മയായ മറിയവും, ഈ യൗസപിതാവിനെയും മറിയത്തെയും മറ്റുള്ള മക്കള് ബഹുമാനിക്കുന്നത്, ആദരിക്കുന്നത്, സ്നേഹിക്കുന്നത് ഈശോയ്ക്ക് സന്തോഷമാണോ ദുഃഖമാണോ? നിങ്ങൾ ഓർത്തേക്ക് പറ. ഒരിക്കലും സങ്കടാവില്ല. ഓ, എൻ്റെ അപ്പനെ അവർ ബഹുമാനിക്കുന്നു. നമ്മളോർത്തേക്ക് നമ്മുടെ അപ്പനെ ആരെങ്കിലും ബഹുമാനിക്കുന്നു, സ്നേഹിക്കുന്നു, അമ്മേനെ ബഹുമാനിക്കുന്നു, അവർ അമ്മയ്ക്ക് സമ്മാനങ്ങൾ കൊടുക്കുന്നു, അമ്മയെ സ്നേഹിക്കുന്നു. ഇത് കാണുമ്പോൾ മക്കളായ നമുക്ക്, അത് നല്ല മക്കളായിരിക്കണം കേട്ടോ, നല്ല മക്കളായി നമുക്ക് സന്തോഷമല്ലേ? അല്ലാണ്ട് എൻ്റെ അപ്പനെ ബഹുമാനിക്കണം, ഓ എന്നെ ബഹുമാനിക്കാണ്ട് എൻ്റെ അമ്മേനെ ബഹുമാനിക്കാണ് എൻ്റെ അമ്മയ്ക്ക്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നല്ല മക്കളെ സംബന്ധിച്ച് തൻ്റെ അപ്പനും അമ്മയും ബഹുമാനിക്കപ്പെടുന്നതും സ്നേഹിക്കപ്പെടുന്നതും വെറും മാനുഷികമായിട്ട് മാത്രം ചിന്തിച്ചാൽ മതി, സന്തോഷമായിരിക്കും. ഇനി ഒരു നല്ല ഭർത്താവിനെ സംബന്ധിച്ച് അവൻ്റെ ഭാര്യ സ്നേഹിക്കപ്പെടുന്നു, ബഹുമാനിക്കപ്പെടുന്നു, ആദരിക്കപ്പെടുന്നു. ആ ഭർത്താവിന് സന്തോഷ, ഒരു ക്രെഡിറ്റാ. ഒരു നല്ല ഭാര്യയെ സംബന്ധിച്ച് അവരുടെ ഭർത്താവ് ബഹുമാനിക്കപ്പെടുന്നു, ആദരിക്കപ്പെടുന്നു, സ്വീകരിക്കപ്പെടുന്നു. ആ ഭാര്യയ്ക്ക് എന്ത് സന്തോഷമായിരിക്കും, വെറും മാനുഷികമായിട്ട്. എന്നാൽ തിരുക്കുടുംബത്തിൽ പ്രിയപ്പെട്ടവരെ, ശരിക്കും ആഴത്തിൽ ചിന്തിക്കണം കേട്ടോ. തിരുക്കുടുംബത്തിൽ ഒരു മത്സര്യമൊന്നുമില്ല. യൗസപിതാവിനെ ബഹുമാനിച്ച മാതാവിന് വിഷമം, മാതാവിനെ ബഹുമാനിച്ച യൗസപിതാവിന് വിഷമം. ഇനി ഇവർ രണ്ടുപേരെയും ബഹുമാനിക്കണം കാണുമ്പോൾ ഈശോയ്ക്ക് വിഷമം. ഇതൊക്കെ ചിന്തിക്കാൻ പോലും പറ്റുന്ന കാര്യമാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഇതൊരു കൂട്ടായ്മയാണ്. നമ്മൾ യൗസപിതാവിന് പ്രതിഷ്ഠിക്കുമ്പോൾ ആ പിതാവായ യൗസപിതാവിന് സ്വർഗസ്ഥനായ പിതാവ് ഭരമേൽപ്പിച്ച ആ പിതൃവാത്സ്യത്തിന്റെ, കരുതലിന്റെ ആ പരിഗണനയും ആ സ്നേഹവും ആ കരുതലും ആ ഒരു വളർത്തലും നമുക്ക് ലഭിക്കുമ്പോൾ നമ്മൾ തിരുക്കുടുംബത്തിലേക്ക് ഒന്നായിത്തീരും, മാതാവിൻ്റെയും യേശുവിൻ്റെയും ആയിത്തീരും. ത്രിയേക ദൈവത്തിന്റെ വലിയ കൂട്ടായ്മയിലേക്കും
വലിയ സ്നേഹത്തിലേക്കും ആ ഒരുമയിലേക്കും നമ്മൾ പങ്കുചേരുമ്പോൾ പ്രിയപ്പെട്ടവരെ ഒന്ന് ധ്യാനിച്ചു നോക്കിക്കേ. സ്വർഗത്തിൻ്റെ ത്രിത്വത്തിൻ്റെ ആ വലിയ സ്നേഹത്തിൽ നമ്മളും പങ്കുകാരാക്കുന്നു. യേശുവിൻ്റെ ഭൗതിക ശരീരത്തിലെ അവയവങ്ങളാക്കി നമ്മെ ദൈവം മാറ്റുന്നു. ബൈ അഡോപ്ഷൻ നമ്മൾ ത്രിയേക ദൈവത്തിൽ അംഗങ്ങളായിട്ട് മാറുകയാണ്. ഇതങ്ങ് അതുപോലെ ദൂരവ്യാപകമായ ഒരു ദൈവികമായ രഹസ്യം, സത്യമായ ഒരു കാര്യം പ്രിയപ്പെട്ട മക്കളെ ഈ പ്രതിഷ്ഠയിലൂടെ സംഭവിക്കുകയാണ്. നമ്മൾ സ്വർഗത്തിലെ ഒരു അംഗമായിട്ട് മാറുന്നത് യേശു ക്രിസ്തുവിൻ്റെ ബലിയിലൂടെ ഭൗതിക ശരീരത്തിലെ അംഗങ്ങളായിട്ട് മാറി വീണ്ടെടുക്കപ്പെടുമ്പോഴാണ്. ഇനി അങ്ങനെ ആകുമ്പോൾ നമ്മൾ പരിശുദ്ധ ത്രിത്വത്തിലെ 4ാമത്തെ ആളായിട്ട് മാറുകയൊന്നുമല്ലല്ലോ. അല്ലല്ലോ. ത്രിയേക ദൈവം, അത് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. നമ്മൾ ഒരു അംഗമായിട്ട് മാറുമ്പോൾ 4ാമത്തെയോ 5ാമത്തെയോ 6ാമത്തെയോ ആളായിട്ടല്ല, പിന്നെയോ യേശുവിൻ്റെ ഭൗതിക ശരീരത്തിലെ അവയവമായിട്ട് യേശുവിൽ നമ്മൾ ഒന്നായിട്ട് പിതാവിലും പരിശുദ്ധാത്മാവിലും ഒന്നായി തീർന്നിട്ട് നമ്മൾ സ്വർഗത്തിൻ്റെ അവകാശികളായിട്ട് മാറുന്നു. ഇതാണ് സ്വർഗ സൗഭാഗ്യം. ഈ സൗഭാഗ്യം നമുക്ക് ഈ ഭൂമിയിൽ തിരുക്കുടുംബത്തിൻ്റെതായിട്ട് നമ്മൾ മാറുമ്പോൾ, യേശുവിലൂടെ വീണ്ടെടുക്കപ്പെട്ട് യൗസപിതാവിലൂടെ പരിശുദ്ധ അമ്മയിലൂടെ ഈ തിരുക്കുടുംബത്തോട് ഐക്യപ്പെടുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത് തന്നെയാണ് നമ്മുടെയും ജീവിതത്തിലും നമ്മുടെ കുടുംബത്തിലും സഭയിലും സംഭവിക്കുന്ന വലിയ രഹസ്യം. ഈ ഭൂമിയിലെ സ്വർഗ സൗഭാഗ്യത്തിൻ്റെ അനുഭവത്തിലേക്ക് ഈ പ്രതിഷ്ഠയിലൂടെ ദൈവമായ കർത്താവ് യൗസപിതാവിലൂടെ നമ്മെ നയിക്കുകയാണ്. വീണ്ടും ശ്രദ്ധിക്കണം, ഇവിടെ മാത്സര്യമില്ല. ഈ കുടുംബത്തിൽ ഐക്യമേ ഉള്ളൂ, ഈ കുടുംബത്തിൽ ഒരുമയേ ഉള്ളൂ. അങ്ങോട്ടും ഇങ്ങോട്ടും ആദരിക്കപ്പെടുന്നതിൻ്റെ പേരിലോ ബഹുമാനിക്കപ്പെടുന്നതിൻ്റെ പേരിലോ ഒരു വഴക്കുമില്ല, ഒരു ഞാനെന്ന ഭാവമില്ല, ഒരു മത്സരമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മെ ഈ പ്രതിഷ്ഠയിലൂടെ ഈ തിരുക്കുടുംബത്തിൻ്റെതാക്കി മാറ്റുമ്പോൾ സ്വർഗത്തിൻ്റെ വലിയ ഒരു അനുഭവമാണ് കർത്താവ് നമുക്ക് നൽകുന്നതും നൽകുവാൻ ആഗ്രഹിക്കുന്നതും. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി മനസ്സിലാക്കുക. നമ്മൾ യൗസപിതാവിനെ ബഹുമാനിക്കുമ്പോൾ ആ നല്ല പിതാവിൻ്റെ പ്രിയപ്പെട്ട മകൻ ഈശോ നമ്മെ അനുഗ്രഹിക്കും. പ്രിയപ്പെട്ട ഭാര്യ, യൗസപിതാവിൻ്റെ എന്താ പറയുക, ചങ്കിൻ്റെ ചങ്കാണ് പരിശുദ്ധ അമ്മ. അതുപോലെ സ്നേഹിക്കുന്നവളാണ് പരിശുദ്ധ അമ്മ. യൗസപിതാവിനെ നമ്മൾ ബഹുമാനിക്കുമ്പോൾ, യൗസപിതാവിനെ നമ്മൾ പ്രതിഷ്ഠിക്കുമ്പോൾ ഈ ഭാര്യയാകുന്ന പരിശുദ്ധ അമ്മ നമ്മെ ബ്ലെസ് ചെയ്യും, അനുഗ്രഹിക്കും. വലിയൊരു അനുഗ്രഹത്തിലേക്കാണ് നമ്മൾ കടന്നു വരുന്നത്. ഈ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് ഒന്നായിരിക്കുന്നത് പോലെ യൗസപിതാവും മാതാവും ഉണ്ണീശോയും ഒന്നാണ്. നമ്മൾ ഈ ത്രിയേക ദൈവത്തിൻ്റെ കൂട്ടായ്മയിലേക്കാണ് ഈ പ്രതിഷ്ഠയിലൂടെ കടന്നു വരുന്നത്. അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിവെക്കാതെ, മനുഷ്യദൃഷ്ടിയിൽ മനുഷ്യൻ്റെ കാഴ്ചപ്പാടിൽ ചിന്തിക്കാതെ സ്വർഗത്തിൻ്റെ ത്രിത്വത്തിൻ്റെ ദിവ്യമായ രഹസ്യത്തിൽ ഈ പ്രതിഷ്ഠയെ കാണുവാനും ആ ഒരു കൂട്ടായ്മയിലേക്ക് കടന്നു വരുവാനും നമുക്കിടയാകട്ടെ. പ്രിയപ്പെട്ട മക്കളെ, വലിയ പ്രാർത്ഥനയിൽ ദൈവികമായ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി തന്നുകൊണ്ട് സ്വർഗം നമ്മെ സ്വർഗത്തിലേക്കാണ് നയിക്കുന്നത്. ഞാനതാ കണ്ട സ്വർഗത്തിൻ്റെ, അതായത് ഇവിടെ ഈ തിരുക്കുടുംബ കൂട്ടായ്മയിൽ നമ്മൾ ജീവിച്ചാൽ ഇത് തന്നെ, ഈ സമർപ്പിക്കൽ തന്നെ നമ്മെ സ്വർഗത്തിലേക്ക് ഒരുക്കുന്ന വലിയ പ്രവൃത്തിയാണ്. സത്യം പറഞ്ഞാൽ ഈ പ്രതിഷ്ഠ, ഈ പ്രവൃത്തി, ഈ ഒരു കൂട്ടായ്മ, ഈ ഒരു സമർപ്പിക്കൽ നമ്മെ സ്വർഗത്തിലേക്ക് ഒരുക്കുന്ന, അല്ലെങ്കിൽ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്ന ഒരു വലിയ കാര്യമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ യൗസപിതാവിനെ നമ്മൾ കൂടുതൽ അറിയുക, പരിശുദ്ധ അമ്മയെ കൂടുതൽ അറിയുക, ഈശോയെ കൂടുതൽ അറിയുക, ഈ തിരുക്കുടുംബത്തെ കൂടുതൽ അറിയുക. ത്രിയേക ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം ഈ ഭൂമിയിൽ നമുക്ക് നൽകിയിരിക്കുന്ന പിതാവായ ദൈവത്തിൻ്റെ സ്നേഹ പാരമ്യം മനസ്സിലാക്കുക. പുത്രനായ ദൈവത്തിൻ്റെ വലിയ രക്ഷാകര പദ്ധതിയിലൂടെ വീണ്ടെടുക്കുന്ന യേശുവിൻ്റെ ഭൗതിക ശരീരത്തിലെ അവയവങ്ങളാക്കി മാറ്റി സ്വർഗത്തിൻ്റെ അവകാശികളാക്കി നമ്മെ ദത്തെടുക്കുന്ന ആ സ്നേഹം നമുക്ക് തിരിച്ചറിയാൻ സാധിക്കട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ വലിയ സാന്നിധ്യവും വലിയ നിയന്ത്രണവും നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കട്ടെ. ഈ വലിയ പ്രാർത്ഥനയോടുകൂടി ഈ ഒരു വലിയ അഭിഷേകം, ഈ ഒരു ദൈവിക രഹസ്യം നമുക്ക് മനസ്സിലാക്കാൻ, സഭയ്ക്ക് മനസ്സിലാക്കാൻ, ലോകത്തിന് മനസ്സിലാക്കാൻ ഇടയാകാൻ വേണ്ടി കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കിന്ന് ദൈവികാരണ സന്നദ്ധിയിൽ, ത്രിയേക ദൈവത്തിൻ്റെ തിരുസന്നദ്ധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ നമ്മെല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്
എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ, ദിവ്യകാരുണ്യമായ ഈശോയെ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളുടെ ജീവിതത്തെ അങ്ങ് സ്വന്തമാക്കി സ്വർഗത്തിൻ്റെതാക്കി മാറ്റിക്കൊണ്ട് ഈ ഭൂമിയിൽ ജീവിക്കുവാൻ അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ദൈവിക സാന്നിധ്യമാണല്ലോ തിരുക്കുടുംബം. യോസേപ്പിതാവിലൂടെയും മാതാവിലൂടെയും ഈശോയിൽ ഒന്നായി തീർന്ന് സ്വർഗത്തിലെ അവകാശികളായി മാറത്തക്ക വിധം വലിയ സ്നേഹൈക്യത്തിൽ ഭൂമിയിൽ ജീവിക്കുവാൻ അങ്ങ് ഞങ്ങൾക്ക് നൽകിയ തിരുക്കുടുംബത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. പിതാവായ യോസേപ്പിതാവിൻ്റെ പ്രത്യേകമായ പിതൃവാത്സല്യത്തിലും സംരക്ഷണത്തിലും ഈശോയെ വളർത്തുവാനും ഈശോയ്ക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുവാനും അങ്ങ് തിരുമനസ്സായല്ലോ. പിതാവായ ദൈവമേ, അവിടുത്തെ വലിയ കരുണയും സ്നേഹവും ഞങ്ങളിലേക്കും വർഷിച്ചുകൊണ്ട് ഈ യോസേപ്പിതാവിനെ ഞങ്ങൾക്ക് പിതാവായിട്ട് നൽകി, പരിശുദ്ധ അമ്മയെ ഞങ്ങൾക്ക് മാതാവായിട്ട് നൽകി, ഈശോയുടെ ഭൗതിക ശരീരത്തിലെ അവയവങ്ങളാക്കി ഞങ്ങളെ മാറ്റി തിരുക്കുടുംബത്തിൻ്റെതാക്കി തീർക്കുന്ന ആ വലിയ സ്നേഹത്തിലേക്ക് ഞങ്ങളെ തന്നെ പ്രതിഷ്ഠിക്കുന്നു. ഞങ്ങളെ മാത്രമല്ല, ഞങ്ങളുടെ കുടുംബത്തെ, മക്കളെ, സഭയെ, മാർപ്പാപ്പയെ, കർദിനാൾമാരെ, മെത്രാന്മാരെ, പുരോഹിതരെ, സന്യസ്തരെ, എല്ലാ കുടുംബജീവിതം ജീവിക്കുന്ന മക്കളെ, യുവമക്കളെ, കുഞ്ഞുമക്കളെ, ഉദരാവസ്ഥയിലും ശൈശവത്തിലുമായിരിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബവും സഭയുമായിട്ട് ബന്ധപ്പെട്ട, ഞങ്ങളുടെ മക്കളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ നിയോഗങ്ങളെയും പ്രാർത്ഥനകളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാം കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. യോസേപ്പിതാവിൻ്റെ മധ്യസ്ഥത്തിൽ ഞങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവേ അനുഗ്രഹിക്കണമേ, കർത്താവേ അനുഗ്രഹിക്കണമേ, മിശിഹായെ അനുഗ്രഹിക്കണമേ, മിശിഹായെ അനുഗ്രഹിക്കണമേ, കർത്താവേ അനുഗ്രഹിക്കണമേ, കർത്താവേ അനുഗ്രഹിക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. സ്വർഗസ്ഥനായ പിതാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഭൂലോകരക്ഷകനായ പുത്രനായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഏകദൈവമായ പരിശുദ്ധ ത്രിത്വമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ യോസേപ്പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദാവീദിന്റെ പ്രശസ്ത സന്താനമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പൂർവപിതാക്കന്മാരുടെ പ്രകാശമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവമാതാവിന്റെ വിശുദ്ധ ഭർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധ കന്യകയുടെ ബ്രഹ്മചാരിയായ കാവൽക്കാരാ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവപുത്രന്റെ വളർത്തുപിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. യേശുവിന്റെ തീഷ്ണമതിയായ സംരക്ഷക, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. തിരുക്കുടുംബത്തിന്റെ നായകനെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഏറ്റവും നീതിമാനായ യോസേപ്പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഏറ്റവും ബ്രഹ്മചാരിയായ യോസേപ്പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഏറ്റവും വിവേകിയായ യോസേപ്പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഏറ്റവും ധൈര്യശാലിയായ യോസേപ്പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഏറ്റവും അനുസരണയുള്ള യോസേപ്പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഏറ്റവും വിശ്വസ്തനായ യോസേപ്പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ക്ഷമയുടെ കണ്ണാടി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദാരിദ്ര്യത്തിന്റെ സ്നേഹിതനെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. തൊഴിലാളികളുടെ മാതൃകയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കുടുംബജീവിതത്തിന്റെ മഹത്വമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കന്യാവ്രതക്കാരുടെ കാവൽക്കാരാ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കുടുംബങ്ങളുടെ സ്തംഭമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വേദനിക്കുന്നവരുടെ ആശ്വാസമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രോഗികളുടെ സാന്ത്വനമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നല്ല മരണത്തിന്റെ മധ്യസ്ഥനെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പിശാചുക്കളുടെ പേടി സ്വപ്നമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സാർവത്രിക സഭയുടെ സംരക്ഷകനെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ.
ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടേ, കർത്താവേ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടേ, കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടേ, കർത്താവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അവിടുന്ന് അവനെ തൻ്റെ കുടുംബത്തിന്റെ നാഥനാക്കി സകലത്തിന്റെ മേൽ അവകാശിയാക്കി ഉയർത്തി. നമുക്ക് പ്രാർത്ഥിക്കാം. ഓ സ്നേഹനിധിയായ ഈശോയെ, അങ്ങയുടെ പരിപാലനയിൽ വിശുദ്ധ യൗസേ പിതാവിനെ അങ്ങയുടെ പരിശുദ്ധാമ്മയുടെ ഭർത്താവായി തിരഞ്ഞെടുത്തുവല്ലോ. അങ്ങനെ അങ്ങയുടെ വളർത്തു പിതാവായി യൗസേ പിതാവിനെ ഉയർത്തിയതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. വിശുദ്ധ യൗസേ പിതാവിനെ ഞങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥനായി അങ്ങ് ഞങ്ങൾക്ക് നൽകിയല്ലോ. ഈ ഭൂമിയിൽ ഞങ്ങളുടെ സംരക്ഷകനായി വിശുദ്ധ യൗസേ പിതാവിനെ ഞങ്ങൾ സ്വീകരിക്കുന്നു. വിശുദ്ധ യൗസേ പിതാവിന്റെ ജീവിത മാതൃക പിന്തുടർന്നുകൊണ്ട് ദൈവത്തിന് പരിപൂർണമായി സമർപ്പിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. നല്ല ഈശോയെ, നന്ദിയോടെ ഞങ്ങളെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഇന്നത്തെ എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും സമർപ്പിക്കുന്നു. നിരവധിയായ ആഗ്രഹങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളെ സമർപ്പിക്കുന്നു. അതെല്ലാം ഉപരിയായി കർത്താവെ, ഈ ദിവസങ്ങളിൽ അങ്ങ് ഞങ്ങളോട് ചെയ്യാൻ പറയുന്ന കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ പ്രാവർത്തികമാക്കേണ്ട, സ്വന്തമാക്കേണ്ട മാതൃകകൾ കർത്താവെ ഞങ്ങൾ സ്വന്തമാക്കട്ടെ. അങ്ങയോട് ഐക്യപ്പെടുവാൻ, സ്വർഗത്തോട് ഐക്യപ്പെടുവാൻ, യൗസേ പിതാവിനോടും പരിശുദ്ധാമ്മയോടും ഉണ്ണീശോയോടും തിരുക്കുടുംബത്തിൽ ഐക്യപ്പെട്ട് ത്രിയേക ദൈവത്തിൻ്റെ വലിയ സമാധാനത്തിൽ കൂട്ടായ്മയിലുമായിരിക്കുവാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും, ഞങ്ങളുടെ കുടുംബങ്ങൾക്കും, ഞങ്ങളുടെ മക്കൾക്കും, സഭയ്ക്കും, അഭിഷിക്തർക്കും, സന്യസ്തർക്കും, സകല മക്കൾക്കും ഇടയാകട്ടെ. അങ്ങനെ ഞങ്ങളിലൂടെ ലോകം മുഴുവനും അങ്ങയെ അറിയുവാൻ ഇടയാകട്ടെ. അതിനു വേണ്ട വലിയ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയെ ഞങ്ങളെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. നിർമ്മലയാം കന്യകതൻ വല്ലഭനെ വാഴ്ത്തിടുവിൻ. സിദ്ധരിലും ദൂതരിലും ദൈവത്തെ വാഴ്ത്തിടുവിൻ. ദൈവത്തെ വാഴ്ത്തിടുവിൻ. ദൈവനാമം വാഴ്ത്തിടുവിൻ. ദൈവവും മനുജനുമാം മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ. മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.